ചാത്തൻ, കാളി, കൂളി, പേയ് അങ്ങനെയൊക്കെ. ചാത്തനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വഴക്കാവും. നമുക്ക് ചാത്തനെ വിട്ട് കളിക്കാം. 390 ചാത്തന്മാരിലാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡ് മുഴുവൻ. ചാത്തനെ കുറിച്ച് പറയുന്നില്ല. മന്ത്രവാദം ചെയ്ത് ഇതൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും അവരിതിനെ ഒഴിവാക്കി കഴിയുമ്പോൾ അത് തിരിച്ച് ഇവരെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവർക്ക് ഇരട്ടിയായിട്ട് കിട്ടും. ഇത് തിരിച്ച്, കാരണം ഇവർക്ക് അങ്ങനൊന്നും ഇല്ല, കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല. ആരിപ്പോൾ നിങ്ങൾ പറഞ്ഞ് തിരിച്ചങ്ങോട്ട് വിട്ട് അങ്ങോട്ട് പോകാന്നുള്ളൂ, അല്ലാതെ എന്നെ വിട്ട ആൾ അങ്ങനൊന്നും ഇല്ല. അപ്പോൾ ഈ നല്ല ദേവതയും ചീത്ത ദേവതയും വരുന്നത് എങ്ങനെയാണ്? താമസിക ദേവതയും സാത്വിക ദേവതയും വരുന്നത് എങ്ങനെയാണ്? ഗൃഹം എന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷണൽ ഫീൽഡ് തന്നെ അർത്ഥം. പ്രാണന്റെ വൈബ്രേഷണൽ ഫീൽഡിനാണ് ഗൃഹം. പിശാചഗ്രഹ ബാധകൾ, ബാലഗ്രഹ ബാധകൾ, പ്രേതഗ്രഹം, യക്ഷഗ്രഹം, ഗന്ധർവഗ്രഹ ബാധകൾ. ഈ ഭാരതത്തിലെ ഹൈന്ദവ ആചാരപ്രകാരം വിവിധങ്ങളായ ദേവതാ സങ്കല്പങ്ങൾ ഉണ്ട്. ഈ ദേവതാ സങ്കല്പങ്ങളിൽ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു വൈവിധ്യങ്ങൾ വന്നത്? എന്താണ് ഓരോ ദേവതാ സങ്കല്പങ്ങളുടെയും പ്രാധാന്യം? ദേവതാ സങ്കല്പങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശരിക്കും ദേവതകളെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളാണ്. ഗൃഹം എന്നുള്ള വാക്കുണ്ടാവുന്നത് അങ്ങനെയാണ്. എളുപ്പം ആലോചിക്കുക, അതെന്താ അങ്ങനെ അല്ലേ? ഗൃഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവതയാണെന്ന് എങ്ങനെയാണ്? ഗൃഹം എന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷണൽ ഫീൽഡ് തന്നെ അർത്ഥമുള്ളൂ. പ്രാണന്റെ വൈബ്രേഷണൽ ഫീൽഡിനാണ് ഒരു ഗൃഹം. നവഗ്രഹങ്ങളുണ്ട്, അതെല്ലാം വൈബ്രേഷണൽ ഫീൽഡുകളാണ്. ആ വൈബ്രേഷണൽ ഫീൽഡുകൾ ഇപ്പം ജ്യോതിശാസ്ത്രപ്രകാരം ആസ്ട്രോളജിക്കലി പറഞ്ഞാൽ പ്രശ്നമാർഗത്തിലൊക്കെ പിശാചഗ്രഹ ബാധകൾ, ബാലഗ്രഹ ബാധകൾ, പ്രേതഗ്രഹം, യക്ഷഗ്രഹം, ഗന്ധർവഗ്രഹ ബാധകൾ, ഇങ്ങനെ ഗ്രഹബാധകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വൈബ്രേഷണൽ ഫീൽഡ്, ശരിയല്ലേ? ഇപ്പം എത്ര ശാസ്ത്രീയമായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്? അപ്പം നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വൈബ്രേഷൻ അല്ലേ? ഒരു ഗ്രഹം അല്ലേ ഭ്രമണം ചെയ്യുന്നു. ഭ്രമണം ചെയ്യുന്ന ഊർജത്തിനെയാണ് ഗ്രഹം എന്ന് പറയുന്നത്. ഒരു ദേവത എന്ന് പറഞ്ഞ ഒരു ഗ്രഹമാണ്, ഒരു വൈബ്രേഷൻ ഫീൽഡ്. നമ്മളും അത് തന്നെയാണ്. നമ്മൾ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശരീരം പോയി കഴിയുമ്പോൾ നമ്മളും ഈ വൈബ്രേഷൻ ഫീൽഡായിട്ട് മാറും. പ്രാണനെ തിരിക്കുന്ന വൈബ്രേഷൻ ഫീൽഡ്, ചിലത് നെഗറ്റീവായിട്ട് തിരിക്കുന്നു, ചിലത് പോസിറ്റീവായിട്ട് തിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മ സങ്കല്പങ്ങൾ, ദേവൻ സങ്കല്പങ്ങളൊക്കെ പോസിറ്റീവായി തിരിക്കപ്പെട്ടവയും ചാത്തൻ, കാളി, കൂളി, പേയ് അങ്ങനെയൊക്കെ. ചാത്തനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വഴക്കാവും. നമുക്ക് ചാത്തനെ വിട്ട് കളിക്കാം. കാരണം ഈ 390 ചാത്തന്മാരിലാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡ് മുഴുവൻ. കാരണം ചാത്തനെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ അല്ലാതെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. കോമൺ ആയിട്ട് പറയും, ചാത്തനെ പരാമർശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രാണന്റെ വൈബ്രേഷനാണ് ദേവത. ഒന്നാമത്തെ പോയിന്റ്, ഇവർക്ക് ഭൗതികത്തിലും അല്ലെങ്കിൽ ഈ ലോകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ മൈൻഡിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ബ്രെയിൻ കെമിക്കൽസിൽ, ന്യൂറോ കെമിക്കൽ കോമ്പിനേഷൻസിൽ മാറ്റം വരുത്താൻ പറ്റുമെന്നൊക്കെ ഞാൻ പറയും. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും മാറ്റം വരുത്താൻ പറ്റും. നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ ആധുനികമായി പറയുന്നുള്ളൂ. ശരിക്കും ഇത് സത്വരജസ്തമസ് മൂന്നാണെന്ന് പറയും. 30 മുക്കോടി ദൈവങ്ങളാണ് ഈ ദേവതകളെന്ന് പറഞ്ഞു. അങ്ങനെ സാത്വികം, രാശിയും, താമസിയും, അതിൻ്റെ കോമ്പിനേഷൻസ്, സാത്വിക രാശിയും, രാശിക താമസിയും, ഇങ്ങനെ കോടിക്കണക്കിന് വൈബ്രേഷണൽ ഫീൽഡുകൾ ഗ്രഹങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. ഗാലക്സി ഒരു ഗ്രഹമാണ്, അല്ലെങ്കിൽ നെബുല എന്നൊക്കെ പറയുന്ന പോലെ ആറ്റം ഒരു ഗ്രഹമാണ്, ഏറ്റവും ചെറുതാണ്. അതിലും ന്യൂക്ലിയസ് ഇങ്ങനെ കറങ്ങാണ്. ഇതാണ് പ്രാണനാണ്. ശരിക്കും പ്രാണൻ്റെ വൈബ്രേഷനായിട്ടാണ് പ്രാണൻ സഞ്ചരിക്കുന്നത്. ഇതിലെല്ലാം പ്രാണൻ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ കറങ്ങി കറങ്ങി നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളെല്ലാം കറങ്ങി പോകുന്നുണ്ട്. കാറ്റും വെള്ളവും അഗ്നിയൊക്കെ റൗണ്ടിലാണ്. ഈ റൗണ്ടിൻ്റെ പരിപാടി ഇതാണ് ശരിക്കും ഒരു ഗ്രഹം എന്ന് പറയുന്ന സാധനം. ഒരു കല്ലെടുത്ത് വെള്ളത്തിട്ടാണ് ഉണ്ടാകുന്നത്, അതാണ് ശ്രീചക്രം പോലെ സാധനം ഉണ്ടാകും. ഇതാണ് ഒരു ഗ്രഹം, ഒരു പ്രാണന്റെ വൈബ്രേഷൻ ഫീൽഡ്. അപ്പോൾ അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ന്യൂട്രലായിട്ടും വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതാണ് സത്വരജസ്തമസ്. ന്യൂട്രലിനല്ല അത് പറയുന്നത്, ഇതിൻ്റെ ഇടയ്ക്കുള്ള മനസ്സിലാകാൻ വേണ്ടി എളുപ്പം പറഞ്ഞു. അപ്പോൾ ദേവതകൾ എത്ര വിധമുണ്ട്? 30 കോടി എന്ന് പറയുമ്പോൾ എത്ര ടൈപ്പുണ്ട്? 3 ടൈപ്പാണ് പ്രധാനപ്പെട്ടത് ബേസിക്കലി. അതിൻ്റെ പിന്നെ കോമ്പിനേഷൻസ് വരുന്നു.
സാത്വിക ദേവതകൾ, രാജസിക ദേവതകൾ, താമസിക ദേവതകൾ. ശൈവം, വൈഷ്ണവം, ശാക്തേയം. ശൈവം തമോ ഗുണത്തിന് പ്രാധാന്യം വരും, രജോ ഗുണത്തിനാണ് ദേവീ സംബന്ധമായിട്ടുള്ളത് ശാക്തേയം. സാത്വികമാണ് വൈഷ്ണവം എന്ന് പറയുന്നത്. അപ്പോൾ ദേവതാ സങ്കല്പങ്ങൾ പ്രധാനമായിട്ടും ശൈവ, വൈഷ്ണവ, ശാക്തേയമായിട്ട് സാഖ്യയോഗ പ്രകാരം, സിദ്ധാന്ത പ്രകാരം 3ആയിട്ട് തിരിഞ്ഞ് അതിൻ്റെ കോമ്പിനേഷൻസാണ് വരുന്നതെന്ന് പറയണം. ഇതിൽ തന്നെ പോസിറ്റീവ്, നെഗറ്റീവ് അല്ലെങ്കിൽ സാത്വികം, താമസികം എന്ന് തിരിയുന്ന എങ്ങനെയാണ് ദേവതകൾ? അവയുണ്ടാക്കുന്ന വൈബ്രേഷൻ ഫീൽഡിനനുസരിച്ച് ആ വൈബ്രേഷൻ ഫീൽഡ് എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നതും നെഗറ്റീവ് ആകുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിലാണ്? അത് നൽകുന്ന ഫലമാകാം, അല്ലെങ്കിൽ അവയ്ക്ക് കൊടുക്കുന്ന പൂജകളാകാം. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ കാണപ്പെടുന്നത്? സാത്വിക ദേവതയായിട്ടും താമസിക ദേവത അങ്ങനെയും രജോ ഗുണത്തുള്ള ദേവത അങ്ങനെയും കാണപ്പെടുന്നത് എങ്ങനെയാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറിയില്ല. അത് ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം അനുസരിച്ചിട്ടാണ് ഈ ദേവതകളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ധർമ്മ അനുസാരിയായിട്ടുള്ള ദേവതകൾ സാത്വിക ദേവതകൾ. അപ്പോൾ ധർമ്മം ഏറ്റവും കൂടുതലും, ജ്ഞാനം ഏറ്റവും കൂടുതലുള്ളത് ധർമ്മം പാലിക്കുന്ന ദേവതകൾക്കാണ്. അറിവുണ്ടാകും. വിശദമായി സാഖ്യയോഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുകയാണ് 3 ഗുണങ്ങളെക്കുറിച്ച്. അല്ലയോ അർജുന, ഈ 3 ഗുണങ്ങളില്ലാതെ പ്രപഞ്ചത്തിലില്ല. സാത്വികം, രാജസികം, താമസികം, ആനയിലും പശുവിലും ഒക്കെ ഇതുണ്ടെന്നാണ്. അന്തരീക്ഷം മുഴുവനുണ്ട്. അപ്പോൾ അതിൽ ഈ ഗുണങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന, അല്ലയോ തമസ് അജ്ഞാനത്തോടും രജസ് മോഹത്തോട് ബന്ധനം ഉണ്ടാക്കും. താമസ് അജ്ഞാനം, അറിവില്ലായ്മയാണ്, ക്രൂരതയൊക്കെ തമസാണ്. രജോ ഗുണം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മോഹത്തോട് ബന്ധനം ഉണ്ടാക്കും, ആഗ്രഹത്തിനോട്. സാത്വികം എന്തിനോടെങ്കിലും ബന്ധനം ഉണ്ടാക്കുന്നുണ്ടോ? സാത്വികത സുഖത്തോട് ബന്ധനം ഉണ്ടാക്കും. സാത്വികമായിട്ട് ഇങ്ങനെ ചോദിച്ചൊക്കെ ഇന്നിങ്ങനെ പറയുമ്പോൾ ഒരു അടി കൊടുത്താറല്ലേവോ, സാത്വിക സുഖം പിടിച്ചു പോയി. അപ്പോൾ ആ സാത്വികത സുഖത്തിനോട് ബന്ധനം ഉണ്ടാക്കും. കൃഷ്ണൻ പറയാം. എന്നിട്ട് പറയുകയാണ് ഈ 3 ഗുണങ്ങളും അതിവർത്തിച്ച് ഗുണാതീതനായിട്ട് നിലകൊള്ളുക. ഈ ഗുണങ്ങൾ പോക്കറ്റ് ഇരിക്കണം. അത് നമുക്ക് ബന്ധം പാടില്ല, അറ്റാച്ച്മെൻറ്റ് പാടില്ല. ഇഷ്ടമുള്ളപ്പോൾ ഓരോ ഇഷ്ടമുള്ള ഗുണം എടുത്ത്, അതാണ് ഫ്രീഡം. ഓക്കെ. ഒരു ഫോം വന്നാൽ തീർന്നു. ഞാൻ താമസിക്കുന്നതാണ്, എല്ലാവരോടും അങ്ങനെ പെരുമാറും. ചില കണ്ടില്ലേ, ചില സാത്വികരാണ് എല്ലാവരും നല്ലതായിട്ട് വരും, അവർക്ക് എപ്പോഴും മണി കിട്ടും, ഇവർക്കും മണി കിട്ടും. പക്ഷെ ഒരു ഗുണങ്ങൾ ആ സമയ സാഹചര്യം അനുസരിച്ച് ഗുണങ്ങളെടുത്ത് പ്രവർത്തിക്കണോ? കുഴപ്പമില്ല, ഒരു കുഴപ്പം. നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ. ഇത് നമ്മളിത് പഠിച്ചവരാണ്. പ്രപഞ്ചത്തിലെല്ലാം ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു. ആദ്യം ചെല്ല് പറഞ്ഞു കണ്ടില്ലേ, ഞാൻ നല്ല പ്രോഡക്റ്റാണ് കൊടുക്കുന്നത്, എനിക്ക് നല്ല ലാഭം കിട്ടണം, നല്ല പൈസ വാങ്ങിക്കും, പക്ഷെ നല്ല പ്രോഡക്റ്റാന്നൊക്കെ പറയും. പക്ഷേ ആട്ടുകാർക്ക് വേണ്ട, കാരണം അതിലും വില കുറഞ്ഞ നല്ല സാധനമാണ്. അപ്പോൾ അവസാനം ചീത്തപ്പേരായി കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ എനിക്ക് നഷ്ടം വന്ന് എൻ്റെ കാര്യം നടക്കണം, നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കും. അപ്പോൾ കുഴപ്പമില്ല, അത് ഈക്വലായിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ചീത്തപ്പേര് കിടക്കുക. അപ്പോൾ രജോ ഗുണത്തിലാണ് കൊടുക്കുന്നത്, എൻ്റെ ആഗ്രഹത്തിൻ്റെ ഇതിൽ. പിന്നെ സാത്വിക ഗുണത്തിലായി, എനിക്ക് നഷ്ടം വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു, വില കുറച്ച്. അതും പിന്നെ എനിക്ക് നഷ്ടം വരാൻ തുടങ്ങി. അവസാനം ഇതും ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾ ഗുണാതീതത്തിൽ വരും. എന്താ, കുറച്ച് കാശൊക്കെ ഉള്ളവർ വരുമ്പോൾ 10 രൂപ കൂട്ടിയിട്ട് കൊടുക്കും, പാവപ്പെട്ടവർ വരുമ്പോൾ 10 രൂപ കുറച്ച് കൊടുക്കും. ആൾക്കാരോട് ഗുണം പിടിക്കാതെ, അതെങ്കിൽ ഗുണം ചെയ്യാതെ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകാതെ ഈ ഗുണങ്ങളെ കൃത്യമായി അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ അയാൾ ഫ്രീഡത്തിലേക്ക് എത്തും. അപ്പോഴാണ് ശരിക്കുള്ള ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഒരാൾ വരുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെ വിജയത്തിലേക്ക് ഒരാൾ വരുന്നത്, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അല്ലയോ അർജുന, സാത്വികത ഏറ്റവും കൂടി നിൽക്കുമ്പോഴാണ് ജ്ഞാനം പ്രകാശിക്കുന്നത്. അപ്പോൾ സാത്വികത ഏറ്റവും കൂടി നിൽക്കുന്ന ജ്ഞാനം പ്രകാശിക്കുന്നതുമായ ദേവതകൾ സാത്വിക ദേവതകളാണ്. അവർക്ക് ധർമ്മാനുസാരി, അപ്പോൾ അവർക്ക് ധർമ്മം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അപ്പോൾ അവിടെ ധർമ്മ യുദ്ധമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പം ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേവതകൾ സാത്വിക ദേവതകൾ. അതിൻ്റെ ഇതിങ്ങനെ വന്ന് പൂർണ്ണമായ തമോ ഗുണം, വെട്ടൊന്ന് ചുണ്ടൻ 2. ഞാനൊരു ദേവതയോട് പറയും, ഇന്നാളെ പോയി ഒരു അടി കൊടുത്തിട്ട് വരാൻ പറഞ്ഞാൽ തല്ലിക്കൊന്നിട്ട് വരും. അവിടെ എനിക്ക് എൻ്റെ പ്രാണനെ, എനിക്ക് പ്രാണൻ തന്നെ ആരാണോ അവന് വേണ്ടി ഞാൻ പ്രാണൻ കളയും. അല്ലെങ്കിൽ എനിക്ക് ഫുഡ് തരുന്ന ആരാണോ, കൈക്കൂലി തരുന്ന ആരാണ്, അവന് വേണ്ടി, കൈക്കൂലി എന്ന് ഈ ബാധകൾ പറയുന്നേക്കുന്നത്, അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അവിടെ സത്യവും ധർമ്മമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആരാ? ഈ വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഇവരെ മാറി അടുത്ത ആളെ പിടിക്കും, അടുത്ത കൈക്കൂലി തരുന്ന ആളിൻ്റെ പുറകെ പോകും. ഇയാൾ കത്തുപോയി, തിരിച്ചടി കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പം കാരണം ഈ മന്ത്രവാദം ചെയ്ത് ഇതൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും അവരിതിനെ ഒഴിവാക്കി കഴിയുമ്പോൾ അത് തിരിച്ച് ഇവരെ ഇങ്ങോട്ട് വരും.
അപ്പോൾ ഇവർക്ക് അത് ഇരട്ടിയായിട്ട് കിട്ടും. റബ്ബർ ബാൻഡാണ് ഇത് തിരിച്ച്, കാരണം ഇവർക്ക് അങ്ങനൊന്നുമില്ല, കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. ആരിപ്പോൾ നിങ്ങൾ പറഞ്ഞ് തിരിച്ചങ്ങോട്ട് വിട്ട് അങ്ങോട്ട് പോകാന്നുള്ളൂ, അല്ലാതെ എന്നെ വിട്ട ആൾ അങ്ങനൊന്നും ഇല്ലത്. അപ്പം സ്വാഭാവികമായിട്ടും കർമ്മഫലങ്ങളുണ്ട്. അപ്പം നല്ല ദേവതകളെ ഉപാസിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ ഈ നല്ല ദേവതയും ചീത്ത ദേവതയും വരുന്നത് എങ്ങനെയാണ്? താമസിക ദേവതയും സാത്വിക ദേവതയും വരുന്നത് എങ്ങനെയാണ്? ധർമാനുസാരിയായിട്ടോ, ജ്ഞാനാനുസാരിയായിട്ടോ. ധർമ്മവും ജ്ഞാനവും അനുസരിച്ചിട്ടാണ്. ഞാനൊരു കാര്യം കേട്ടു, നമ്മളിപ്പോൾ ഒരു നല്ല ദേവതയെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന് വെക്കുക. നമുക്ക് നേരെ മറ്റൊരാൾ ഒരു മോശം ദേവതയെ കൊണ്ട്, മോശം ദേവത എന്ന് വെച്ചാൽ ഇത്തരം അധർമ്മമാർഗം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു കർമ്മം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് ബീറ്റ് ചെയ്യുക? മറ്റേ ആൾ വന്ന് വെട്ടിയിട്ട് പോകില്ലേ? ഇല്ല, അതങ്ങനെ വരൂല, ബാധിക്കില്ല. നമ്മൾ നല്ല ദേവതയെ യജിക്കുന്നത്, യജ്ഞം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ദേവതയെ ആചരിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ കൂടെയാണ്. ഇപ്പം നല്ലൊരു ദേവതയ്ക്ക് നിങ്ങൾ ധർമ്മം 25-30% പാലിക്കുന്ന ആളാണെങ്കിൽ ഈ നല്ല ദേവതയുടെ, ധർമ്മദേവതയുടെ 30% എനർജി ആ ദേവതയ്ക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ 100% ധർമ്മം പാലിക്കുന്ന ആളാണെങ്കിൽ 100% ദേവതയ്ക്ക് നിങ്ങളെ പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളും ആ ദേവതയെ 100% പ്രവർത്തിക്കുമ്പോൾ അവിടെ ഏത് നെഗറ്റീവിനാണ് വരാൻ പറ്റുന്നത്? ഈ നെഗറ്റീവ് കയറുന്നുണ്ടെങ്കിൽ, നല്ല ദേവതയെ ധർമ്മദേവതയെ യജിച്ചിട്ടും എനിക്ക് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് ചില തെറ്റുണ്ട്, അധർമ്മം അവിടെ കിടപ്പുണ്ട്. കാരണം ഇത് ധർമ്മത്തിനോടല്ലേ യോജിക്കത്തുള്ളൂ. ആ ധർമ്മം ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പം അത് എൻ്റെ ധർമ്മമാണ് വിചാരിച്ച് ചെയ്യുന്നത്, ചിലപ്പോൾ എനിക്ക് കറക്റ്റായിരിക്കണമെന്നില്ല. നിങ്ങളുടെ അനാവശ്യം അവരുടെ ആവശ്യമായിരിക്കുന്നുണ്ട്. ജഗതി പറയുന്നുണ്ട് നമ്മുടെ ധർമ്മം. ഇപ്പോൾ യുധിഷ്ഠിരൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഭീഷ്മരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭീഷ്മർ ധർമ്മം പാലിച്ചാലാണ് എന്ത് കൃഷ്ണനോട് ചോദിക്കാൻ, ദേവം മുഴുവൻ അമ്പ് കൊണ്ട്, ഞാൻ എന്താണ് ഈ അമ്പ് കൊണ്ട് വീഴേണ്ട കാര്യം? ഞാൻ ധർമ്മം പാലിച്ചാണ്, കുരുവംശത്തിന് വേണ്ടി നിന്നവനാ, കല്യാണം പോലും കഴിച്ചിട്ടില്ല, കുരുവംശത്തിന് വേണ്ടി നിന്ന എൻ്റെ ധർമ്മം ഞാൻ 100% പാലിച്ചു. അപ്പോൾ ചോദിക്കുകയാണ്, അങ്ങ് ധർമ്മത്തെ തെറ്റിദ്ധരിച്ചില്ലേ? 3 പെൺപിള്ളേരെ കല്യാണപ്പെടുന്ന വിളിച്ചവർക്ക് വന്നു, കല്യാണം കഴിച്ച് അവർ മരിച്ചും പോയി. അത് അവരെക്കുറിച്ച് ആലോചിച്ചോ? നിങ്ങളുടെ ധർമ്മം മാത്രം, നിങ്ങളുടെ അനാവശ്യം പറയുന്നത്. അപ്പോൾ പാഞ്ചാലി വസ്ത്രക്ഷേമത്തിന് ഉണ്ടായിരുന്നില്ലേ? അന്ന് രാജാവിനെ അനുസരിക്കുന്നതാണ് രാജധർമ്മം. നിങ്ങൾ തെറ്റിദ്ധരിച്ച് ദുര്യോധനോട് അനുസരിക്കുന്ന കട്ടപ്പ ബാഹുബലി സ്റ്റൈലിലിരുന്ന്. ഭീഷ്മരുടെ ക്യാരക്ടറിനാണ് ഈ കട്ടപ്പ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. ബോധമില്ലാതെ ധർമ്മമാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യുക. അപ്പം നിങ്ങൾ അവിടെ എണീറ്റ് ഇരുന്ന് ദുര്യോധന ഈ വൃത്തികളായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആളുകൾ മരിച്ചു വീഴുക. അങ്ങയുടെ ധർമ്മപരിപാലനം നമ്മളെ എവിടെ എത്തിച്ചെന്ന് നോക്കി ഏറ്റവും ആളുകൾ വിട്ടുകൊണ്ട് വീഴുക. ഇതാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശ്രേയസ്കരമായ കർമ്മമെന്നാണ് അർത്ഥം എന്ന് കൃഷ്ണൻ പറയാണ്. അപ്പോൾ പുതിയ ചിരി വന്നു. കൊള്ളാം, ഇപ്പോഴത്തേക്ക് എനിക്ക് വിജയിച്ചു. അപ്പോൾ ഞാനിത് അനുഭവിക്കേണ്ട നാളാണ്. അപ്പോൾ ധർമ്മം വിജയിക്കട്ടെ, ഇതിങ്ങനെ തന്നെ വരണം. എന്നിട്ട് പുലി വീണ് കിടക്കുമ്പോൾ തല ഇങ്ങനെ കിടക്കുക. അപ്പോൾ പറഞ്ഞ് അർജുനോട് പറഞ്ഞ് ഒരു തലേണ വേണമെന്ന്. ദുര്യോധനൻ തലേണ എടുക്കാൻ പോയപ്പോൾ അർജുനൻ 5 അമ്പും കൂടെ അങ്ങോട്ട് അയച്ച് തല നേരെ നിർത്തി. ഉചിതമായ തലേണ എനിക്ക് തന്നു, നീ തലേണ എടുക്കാൻ മുന്നേ ഞാൻ കൊന്നേനെ. കാരണം ധർമ്മം പൂർത്തിയാവുന്ന അപ്പോഴാണ്. ഇതും കൂടെ കിട്ടണം, എന്നെങ്കിലേ പൂർണ്ണമാവത്തുള്ളൂ. അപ്പം ധർമ്മം അറിയാവുന്നതാണ് ഗുരു. പിന്നെ വിഷ്ണു സഹസ്രനാമമൊക്കെ ഉപദേശിക്കുന്നത് ഭീഷ്മര് കൃഷ്ണന് ഉപദേശിക്കുന്ന, ഇവർക്ക് ഉപദേശിക്കുന്ന. കൃഷ്ണൻ പിന്നെ അവിടെ പോയിരുന്നു പഠിക്കുക. കാരണം ധർമ്മം അറിയാവുന്നതാണ് ഗുരു. ഇത്രയും നേരം ധർമ്മം കൃഷ്ണനായിരുന്നു കൂടുതൽ അറിയാമായിരുന്നു. മരണത്തോട് അടുക്കുമ്പോഴാണ് ധർമ്മം മനസ്സിലാകുന്നത്. നചികേതസ് യമൻ്റെ അടുക്കെന്നാണ് ബ്രഹ്മവിദ്യ പഠിക്കുന്നത്. മരണത്തിൽ നിന്നാണ്, ടോക്ക് വിത്ത് ഡെത്ത്. അപ്പം മരണത്തിനാണ് ഏറ്റവും, അഗ്നി യജിച്ചിട്ടാണ് ഇത്. അഗ്നിയോട് ആചാര്യാണ് പൂർണ്ണനം നടത്തുമ്പോൾ പറയുന്നത് തീയാ, മരണമാണ്. അത് കാണുമ്പോഴാണ് നമ്മൾ ബോധവാനാവുന്നത്. ഒരാൾ മരിക്കാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ധർമ്മം പാലിക്കുന്നതിനെ കുറിച്ച് ബോധവാനാവുന്നത്. അപ്പം നമ്മൾ മരിക്കുന്നു തോന്നുമ്പോഴല്ലേ ഡയറ്റ് എടുക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും എല്ലാം. ഭയം വരുമ്പോൾ മരണത്തോട്. അപ്പോൾ ധർമ്മം പാലിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും ധർമ്മത്തിനകത്ത് തെറ്റ് വരുന്നത് കൊണ്ടാണ് അധർമ്മ ദേവതകളെ യജിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ദേവതകളെ യജിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ദേവത യജിച്ചിട്ട് വേണ്ട ഫലം കിട്ടാത്തത്. ആ ദേവത അടുത്ത് വന്ന് നിൽക്കുക, കയറാൻ പറ്റണ്ടേ ഇവൻ്റെ ഉള്ളിൽ. ഇവൻ മൊത്തം കള്ളവാ. ചില ആൾക്കാരുണ്ട് മനുഷ്യരോടൊക്കെ ഭയങ്കര സത്യസന്ധര, ദൈവങ്ങളെ പറഞ്ഞു പറ്റിക്കും, ഓരോ വഴിപാട് നേരും, ഇതൊന്നും കൊടുക്കത്തില്ല. ഈ സത്യസന്ധതയില്ല. മനുഷ്യരോടൊക്കെ സത്യസന്ധര, ദൈവങ്ങൾ തിരിച്ചുള്ളവരുണ്ട്, ദൈവങ്ങളോട് ഭയങ്കര സത്യസന്ധര, മനുഷ്യരോട് അങ്ങനെയുള്ളവരുണ്ട്. കറക്റ്റാ. അപ്പം ധർമ്മമില്ല. ചിലരുണ്ട് കണ്ടില്ല, ഭയങ്കര പ്രാർത്ഥന നാമര് പോക്കുക, വായിന്ന് വീഴുന്നത് പ്രവർത്തിക്കുന്നതും ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് വീട്ടുകാർക്ക് എന്നിട്ട് ദൈവങ്ങളോട് പോലും പുച്ഛമായി. കാരണം ഇയാൾ ഈ കാവ്യ ഇട്ടുകൊണ്ട് ഈ ഇവരോട് കാണിക്കുന്നതൊക്കെ തോന്നിയ രസമാണ്.
അപ്പം ദൈവങ്ങളോട് പോലും പുച്ഛമായി വീട്ടുകാരും ജപിക്കാതാവും. അപ്പോൾ അവിടെ നെഗറ്റീവ് എനർജി വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം ധർമ്മം. ചിലവുണ്ട് ഈ ധർമ്മമാണ് തിരിച്ചടിക്കുന്ന എല്ലാം. ചിലരുണ്ട് ഈ ഭയങ്കര നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാർ അവർ വീട്ടുകാരെല്ലാം ഇങ്ങനെ വീട്ടുകാരെ ഒരു പരിഗണിക്കാതെ സ്നേഹിക്കാതെ ഭാര്യയോ ഭർത്താവിന് അതുപോലെ ഉപദ്രവിച്ച് ഇരയാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന അവസാനം ഇതെല്ലാം കർമ്മമല്ല ഇവർക്ക് ക്യാൻസർ വരും. പിന്നെ ഇവരും ചുമന്നുകൊണ്ട് ഇയാൾ ഉണ്ടാക്കിയ കാശും കൊടുത്ത് സമയം കൊടുത്ത് ഇയാൾക്ക് കർമ്മഫലമായിട്ട്, കാരണം ബാധ പിടിച്ച്, എന്നിട്ടാണ് ഈ അസുഖം വരുന്നത്. നെഗറ്റീവ് എനർജി കെമിക്കൽ വരുമ്പോൾ ബാധ വരും, എന്നിട്ട് അസുഖങ്ങൾ വരുന്നത്. ഇയാൾ ഇവരെയും കൊണ്ട് നടക്കും. അപ്പോൾ ഈ കക്ഷിക്ക് മനസ്സിലാവുന്നില്ല ഈ കക്ഷിയെ കാണിച്ചതിൻ്റെ തിരിച്ച് കിട്ടുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. അപ്പോൾ നല്ല ചീത്ത ദേവതകളെ വിളിക്കൊന്നും വേണ്ട, അവർ ഇങ്ങനെ വന്നോളും. പ്രാർത്ഥിക്കൊന്നും വേണ്ട, അധർമ്മം പ്രവർത്തിച്ചിരുന്നാൽ മതി, അത് ഇനി കയറിക്കോളും. നല്ല ദേവതയെ വിളിക്കണ്ട, നമ്മൾ ധർമ്മം പാലിക്കുകയാണെങ്കിൽ നല്ല ദേവതയെ വിളിക്കണ്ട, അവരും വന്ന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചോളും. ജീവിതത്തിലൊരു ധർമ്മം പരിപാലിച്ച് പോയാൽ മതി എന്നുള്ളത്. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, നന്നാവണം എന്നുണ്ടെങ്കിൽ ഈശ്വരോപാസന ആവശ്യമുണ്ടോ? ജീവിതം എന്തിനാണ് ഈശ്വരനെ വിളിക്കുന്നത്? എൻ്റെ ആവശ്യം എന്താ? ഈശ്വരനെ വിളിക്കാത്ത ആളുകൾ സക്സസ്ഫുൾ ആയിട്ടില്ലേ? എന്തിനാണ് ഈശ്വരനെ വിളിക്കുന്നത്? ഈശ്വരനെ വിളിക്കണമെന്ന് വേറൊരാളുടെ കൊണ്ട് ഹെൽപ്പ് വേണം തോന്നുമ്പോഴാണ്. അല്ല, ഈശ്വരനെ വിളിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂല്ലയോ? പറ്റും. പിന്നെ എന്തിനാ വിളിക്കണേ? മറ്റേവരുടെ അത്രയും മെന്റൽ കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് വിളിച്ചേ പറ്റൂ. ജെയിംസ് കാമറൂൺ അവതാർ, ടൈറ്റാനിക് പോലുള്ള സിനിമകൾ എടുത്ത ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടർ, ഹീസ് എൻ എത്തിസ്റ്റ്, ഈശ്വരവിശ്വാസിയല്ല. പിന്നെ എന്തിനാണ് ഈശ്വരനെ വിളിക്കുന്നത് രക്ഷപ്പെടുന്നതെങ്കിൽ? ഇത്രേ ഉള്ളൂ. അതെടുത്ത ഡ്രീമുണ്ട്, വലിയ ഡ്രീം ഉണ്ടെങ്കിലും മതി. നമ്മുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽ പോസിറ്റീവായാൽ മതി, നല്ല ദേവതകൾ വരും, പ്രവർത്തിക്കും, നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും. അദ്ദേഹത്തിന് ഡ്രീം ഉള്ളതുകൊണ്ട് നല്ല ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാവുന്നു, നല്ല ദേവത വരുന്നു, പ്രവർത്തിക്കുന്നു. പക്ഷേ എത്ര ജെയിംസ് കാമറൂൺ ഉണ്ട് ലോകത്ത്? വളരെ തുച്ഛം. അത്ര. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവ് ആക്കാൻ അമ്മയാന്നൊക്കെ പറഞ്ഞ ഒരു ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഇത് കൊടുക്കുമ്പോൾ ആ നല്ല വൈബ്രേഷൻസ് ഉള്ളിലേക്ക് വരുമ്പോൾ അവനത് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവന് ഫുൾഫിൽ ആവും, അവൻ ഹാപ്പിയാവും. അവനിതല്ലാതെ മാർഗമുണ്ടോ? അവന് ഡ്രീം കാണാൻ പറ്റുമോ? അതുപോലെ അതിനാണ് നമ്മൾ ഈശ്വരനെ വിളിക്കേണ്ടത്. നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവായിട്ട് നിർത്താനും, നല്ല ദേവതകൾ വരാനും, അവർ പ്രവർത്തിക്കാനും, ലോ ഓഫ് അട്രാക്ഷൻ വഴി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനും, അത് ഡെവലപ്പ് ചെയ്യാനും, സക്സസ്ഫുൾ ആവാനും, അസുഖങ്ങൾ മാറാനും, വിജയം ഉണ്ടാക്കാനും ഈശ്വരനെ വിളിക്കേണ്ടത്. ഈശ്വരൻ എന്ന് പറയുമ്പം എല്ലാ ഈശ്വരനാണ്. അതിന് ഒരുപാടിലേക്ക് പോകുന്നില്ല ഡീറ്റെയിൽ. പരബ്രഹ്മമുണ്ട്, ബോധമുണ്ട്, ഫ്രീ എനർജി, ദേവതകളുണ്ട്. അതെല്ലാം ഈശ്വരനാണെങ്കിൽ ഞാൻ എളുപ്പം മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്.